നോർത്ത് ഈസ്റ്റ് യാത്രയുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് വെസ്റ്റ് ബംഗാളിലെ കിഷൻഗഞ്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടുത്തെ ഒരു പെട്രോൾ പമ്പിലാണ്. ഇതുണ്ടല്ലേ, ബാക്കിലൊക്കെ നല്ല അടിപൊളി പൂന്തോട്ടങ്ങളാണ്. പെട്രോൾ പമ്പാന്ന് ഒരിക്കലും വിചാരിക്കൂല. അപ്പോൾ ഇവിടുന്ന് കുളിച്ച് റെഡിയായി ഇനി അസമിലേക്ക് എത്തണം. അതാണ് അടുത്ത പരിപാടി. ഇസ്ലാംപൂർ ജില്ലയിലെ ഗുഞ്ചരിയ എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ. ഇവിടെ റോഡൊക്കെ മൊത്തം ഒരുപാട് കിലോമീറ്റർ കണക്കിന് റോഡ് ഇളകി പറഞ്ഞു പോയതാണ്. കല്ലൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ. ഇവിടെ ഒരു ചേച്ചി ഈ റോഡിലുള്ള കല്ല് മൊത്തം ചാക്കിലാക്കി കൊണ്ടുപോകണം. ഇവർക്ക് വീട്ടിലെന്തൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാ പറഞ്ഞത്. ഇവർക്കെങ്കിലും എന്തേലും ഒരു ഉപകാരപ്പെടട്ടെ. ബൈക്കൊക്കെ വരുമ്പോ സ്ലിപ്പാവും, അതേ അവസ്ഥയാണ് ഇപ്പൊ ഞാനിപ്പോ വന്നത്. പതുക്കെയാണ് വരുന്നത്. ബ്രേക്കൊക്കെ ചവിട്ടി കഴിഞ്ഞാണ്ടല്ലോ പെട്ടെന്ന് തെന്നിപ്പോവും. ഓട്ടി മാറിയിട്ടാണ് വാഹനങ്ങളൊക്കെ പോണത്. ഇതുപോലെ 2-3 സ്ത്രീകളെ ഞാൻ വരുന്ന വഴിക്കൊക്കെ കണ്ടു ഇങ്ങനെ കല്ലൊക്കെ ചാക്കിലാക്കി കൊണ്ടുപോണത്. വെള്ളക്കെട്ട് പോലൊരു സ്ഥലമുണ്ട്, അവിടുന്ന് മീൻ പിടിക്കുകയാണ്. മീനൊന്നും കിട്ടണമെന്നില്ല, വെറുതെ തപ്പി നോക്കുകയാണ്. ഇപ്പുറത്ത് ഒരു വലയൊക്കെ ഇടുന്നുണ്ട് ഒരാള്, പക്ഷെ എന്താ ചൊറിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇതാ അപ്പുറത്തും ഉണ്ട് അതുപോലെ മീൻ പിടിക്കണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ചൊറിയുണ്ട് എന്ന് പറഞ്ഞു വെള്ളത്തിൽ ഇറങ്ങിയിട്ടേ. മീന് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ അമ്മച്ചീന്റെ ചാടുന്നുണ്ടല്ലോ. ഈ അമ്മച്ചി മീൻ പിടിച്ച് കണ്ടത് പിന്നെ അരയില് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. എന്താണോ കാരണമെന്നോ, ഡ്രസ്സും കാര്യങ്ങളും മൂട്ടി വന്നൊരു അലങ്കോലായി നിൽക്കുന്ന സമയത്താണോ ഇങ്ങനെ വീഡിയോ എടുക്കണത്. ഇപ്പൊ ഇതാ റെഡിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞു. ഓ അടിപൊളി, സൂപ്പർ സൂപ്പർ കേട്ടോ. വല ഇട്ടിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ഇങ്ങനെ തപ്പി നോക്കണത്. പക്ഷെ കൊറേ പായലുകളാണ് മൊത്തത്തില്. നല്ല ചൊറിയണുണ്ടെന്ന് പറഞ്ഞു. ആ അമ്മച്ചിക്ക് കൊറേ ചെറിയ ചെറിയ മീനൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തർ പാടത്തൊക്കെ പണിയെടുത്തുകൊണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പാടം കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ കൊണ്ടുപോവാനൊക്കെ കണ്ടില്ലേ. അവിടെയൊക്കെ ദൂരെ ഓരോരുത്തർ നെല്ലും കറ്റൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടും ഒക്കെ നിൽക്കുകയാണ്. ഞാൻ ചോപ്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിട്ടോ. അപ്പോൾ ഇതൊരു മുസ്ലിം ഹോട്ടലാണ്. മുസ്ലിം ഹോട്ടലാണ്. അപ്പൊ ഈ വയ്യ പറഞ്ഞു ബീഫ് വേണമെന്ന് ചോദിച്ചു. അതിൽ വേണ്ടാന്ന് പറഞ്ഞു. എന്നാ തൊട്ടപ്പുറത്ത് ഇതാ ഇവിടെ ഒരു കട ഉണ്ട്, അവിടെ പോയി ചോറ് കഴിച്ചു. അവിടെ മീനും ചോറൊക്കെ കിട്ടും പറഞ്ഞു. അപ്പൊ ഈ വയ്യ കണ്ടില്ലേ, കഴിക്കണ്ടാത്ത ആളുകൾക്ക് കഴിക്കണ്ടെന്നുള്ള രീതിയിലാണ് ആദ്യം തന്നെ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ നല്ല വയ്യകളും ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ബീഫ് വേണ്ടാന്ന് പറഞ്ഞപ്പോ അപ്പുറത്ത് പോയി കഴിക്കാൻ പറഞ്ഞു. താങ്ക് യു ഭയ്യ. ഭീംപഹർ എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ. ഇവിടുത്തെ ആളുകളെ വീടൊക്കെ കണ്ടില്ല, ചെറിയ വീടുകളാണ്, ടിൻ സീറ്റുകളാണ്, തകരത്തിന്റെ സീറ്റ് ഇട്ട് കണ്ടിട്ടുള്ള വീടുകളാണ് ഇവിടെയൊക്കെ. ഇവിടെ ഒരു ദീദീനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ ദീദീന്റെ വീടൊക്കെ കാണിച്ചു തന്നു. ഇത് പശുക്കളൊക്കെ കെട്ടണ ഇത് ഇവിടെയാണ്. പശുവിനെ ഇവിടെ കെട്ടും. പിന്നെ ഇതുവരെ ബെഡ്റൂമാണ്, പിന്നെ ഇത് ചെറിയ റൂം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പുറത്ത് വേറെ ഇതുണ്ട്, ഇവരെന്നെ താമസിക്കുന്ന വീടുകളൊക്കെയാണ് ഇവരെ. പിന്നെ ഇവരെ കിണർ കണ്ടില്ലേ, ചെറിയ കിണറാണ്. അധികം ആഴല്ല, നല്ല വെള്ളമാണ്, അധികം ആഴല്ലാത്ത കിണറാണ്. ഇതിന്റെ ഉള്ളിലൊരു മതിൽ പോലെ അങ്ങനെ ടിൻ സീറ്റ് കൊണ്ട് തന്നെ ഒരു മതിലുണ്ടാക്കിയതാണ്. ഇതിന്റെ ഉള്ളിലാണ് ഇവരൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ. വീടുകളുണ്ട് കേട്ടോ. അതുപോലെ ഇങ്ങനെ അപ്പുറത്തേക്ക് അങ്ങോട്ട് വീടുകളുണ്ട്. പിന്നെ ഇവിടെ പൈനാപ്പിൾ കൃഷിയാണ് കൂടുതൽ ആൾക്കാർക്കുള്ളത്. അതിലൊക്കെ തൊഴിൽ ചെയ്യുന്ന ജോലികളാണ് ഇവിടുത്തെ ചെറുപ്പക്കാർക്കൊക്കെ. പിന്നെ തേയിലത്തോട്ടമുണ്ട്, തേയിലത്തോട്ടത്തിലും ജോലി ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ ആളുകളെ തൊഴിലുകൾ. വീടുകളെ കണ്ടില്ല, ചെറിയ ചെറിയ വീടുകളാണ്. വളരെ സാധാരണക്കാരാണ്. ഞാൻ വണ്ടി നിർത്തിയാണ്ട് റോഡ് കൂടെ അങ്ങനെ വെറുതെ ഇറങ്ങി വന്ന ഈ ദീദീനെ കണ്ടപ്പോൾ. അപ്പോൾ ചോദിച്ചപ്പോൾ
ഇവിടെ നിന്ന് വന്ന് കണ്ടോന്നൊക്കെ പറഞ്ഞു, അങ്ങനെ വന്നതാണ്. ഓക്കെ ദീദി. ഇവിടെയൊക്കെ ജോലി ചെയ്ത ഒരു ദിവസത്തിന് 300 രൂപയൊക്കെയാണല്ലോ. വീടിന്റെ വർക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് 300 രൂപയുള്ള കൂലി കിട്ടുക എന്നാണ് പറഞ്ഞത്. ഈ സിലിഗുരി ഭാഗത്തേക്ക് വരും തോറും തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിരപ്പ് ഭൂമിയിലാണ് ഇവിടെ തേയിലത്തോട്ടങ്ങൾ. സാധാരണഗതിയിൽ മലയോര മേഖലയിലൊക്കെ അല്ല തേയിലത്തോട്ടങ്ങളൊക്കെ കാണല്, പക്ഷെ ഇവിടെ നിരന്ന ഭൂമിയിലാണ് തേയിലത്തോട്ടങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ഇതൊക്കെയാണ് തൊഴിലായിട്ടുള്ളത്, തേയിലത്തോട്ടങ്ങളിൽ, അതുപോലെ ഇതിൻ്റെ ഫാക്ടറികളിലും ഒക്കെ. റോഡിൻ്റെ 2 ഭാഗത്തും നിറയെ തേയിലത്തോട്ടങ്ങളാണ്. മറ്റ് കൃഷികളൊന്നും ഈ ഭാഗത്ത് അധികം കാണാനില്ല, കൂടുതലായിട്ട് ഈ തേയില തന്നെയാണ്. അപ്പം ഞാൻ ഈ നോർത്ത് ഈസ്റ്റ് യാത്രയിൽ ബംഗ്ലാദേശ് ബോർഡറിൻ്റെ അടുത്ത് കൂടെ പോയപ്പോൾ വെറുതെ ഒന്ന് കയറി, ഒരു കിലോമീറ്റർ മാറി പോന്നാൽ ബംഗ്ലാദേശ് ബോർഡർ കാണാം. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫുൽബരി എന്നാണ് ഇങ്ങോട്ട് പറയുക, ബംഗ്ലാദേശ് ഫുൽബരി ബോർഡറിൽ. ഇതാണ് ബംഗ്ലാദേശ് ഫുൽബരി ബോർഡർ, കണ്ടില്ലേ? ബോർഡറാണ് കാണുന്നത്, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ. അങ്ങനെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്, ഫുൽബരി ബോർഡറിൽ. അത് അപ്പുറം കിടക്കണമെങ്കിൽ ബംഗ്ലാദേശ് വിസ ആവശ്യമാണ്. അപ്പോൾ ഈ ബോർഡർ വരെ വരാം, അതുവരെ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ഒട്ടുമിക്ക വീടുകളും ഇതുപോലെ തന്നെ കേട്ടോ, ഈ തകര സീറ്റിട്ട വീടുകളാണ്. പിന്നെ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നാൽ റോഡ് ഉണ്ടാവും, ചെറിയ റോഡ്, അതിന് ഇരുവശങ്ങളിലായിട്ട് വീടുകൾ. ഒക്കെ മതിൽ കെട്ടിയിട്ടുള്ളത് ഈ ടിൻ ഷീറ്റുകളാണ്, അതിൻ്റെ ഉള്ളിലാണ് ഇവർ താമസിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വൈക്കോലുകളെ കൂട്ടിയിട്ടുണ്ട്. മൊത്തം ഇവിടെ ഈ ഏരിയ കൊയ്ത്ത് കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ്. വൈക്കോൽ കൂനത് അവിടെ കൂട്ടിയിട്ടുണ്ട്. എല്ലാ വീടുകളും ഈ ഏരിയ കൂടെ ഒക്കെ ടിൻ ഷീറ്റുകളാണ്. സാധാരണക്കാരായ ആളുകളല്ല, അപ്പോൾ വലിയ വീടുകളൊന്നും ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയൂല. അപ്പോൾ ചെറിയ ചെറിയ വീട്ടിലാണ് ഇവരൊക്കെ താമസിക്കുന്നത്. ഇതെന്തോ ഒരു ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ, ഒരു മുള കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പോലെ അങ്ങനത്തെ സെറ്റപ്പാണ് ഈ വീടുകളൊക്കെ. അപ്പം ഞാൻ ഇവരങ്ങനെ ഈ ഗ്രാമങ്ങളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയി കാണുകയാണ് ഇതൊക്കെ, ഓരോരുത്തരുടെ ജീവിതങ്ങളൊക്കെ. ഇവിടെ ചെറിയൊരു കട ഉണ്ട്, ചെറിയൊരു പെട്ടിക്കട. ഗ്രാമവാസികളായിട്ടുള്ള ആളുകളാണ് ഇവിടെയൊക്കെ. പെണ്ണുങ്ങളൊക്കെ വട്ടം കൂടി ഒന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പം ഈ ഏരിയയിലൊക്കെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ കൂടെയുള്ള വീടുകളും കാഴ്ചകളൊക്കെ ഇത് തന്നെയാണ്. ഞാനിവരെ ഓരോ വഴികൾ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, ഓരോ വീടുകൾ കാണാനായിട്ട്. ഹലോ. ഇവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ എടുക്കണത്. ഇവിടുത്തെ ഒരു പയ്യനുണ്ട്, അവനോട് ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ. അപ്പം പറഞ്ഞു എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഒരു സമ്മതപ്രകാരമാണ് ഞാനിത് എടുക്കണത്. ഇവിടെ എന്താ ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ. ക്യാ ഭയ്യ ചോട്ടാ ചോട്ടാ ആ ആ ആ ഗോഡ് അമ്പലാണെന്ന് പറഞ്ഞത്. അത് അമ്പലാണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ബായി ഒപ്പം വരുന്നുട്ടോ. പുത്തൂരിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് പറഞ്ഞു ബായി. ബായി നാം ക്യാ? ദിബങ്കർ എന്നാണ് ബായിന്റെ പേര്. അപ്പൊ ഈ ബായിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യണത് ഇവിടെയൊക്കെ.
ബായിക്ക് മലയാളം ഒന്നും അറിയില്ല അറിഞ്ഞു, ഹിന്ദി മാത്രം. ആ ഇത് ഇവിടുത്തെ ഒരു അമ്പലമാണ് ഈ കാണുന്നത്. പിന്നെ കൂടുതൽ ആൾക്കാർക്കും കൃഷിപ്പണി തന്നെയാണ്. പാടൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ കൃഷിപ്പണി ഉണ്ട്. പിന്നെ ഫാക്ടറി, തേയില ഫാക്ടറിയിൽ ജോലി ഉണ്ട്. അത് ഒരു ദിവസം 300 രൂപയൊക്കെയാണ് കിട്ടുക എന്നാണ് പറഞ്ഞത്. 5 മണിയായപ്പോഴേക്കും തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇരുട്ടാകാനും തുടങ്ങിയിട്ടുണ്ട്. ഹൈവേ കൂടെ ഉള്ള കാഴ്ചകളാണ്. ഈ ഹൈവേയിൽ വലിയ തിരക്കൊന്നുമില്ല. ഗുവാഹട്ടിക്കൊക്കെ പോകുന്ന റോഡാട്ടത്. അലിപുർദ്വാർ, ഗുവാഹട്ടി ആ ഭാഗത്തേക്കൊക്കെ ഉള്ള ഹൈവേ ആണ്. ഇപ്പുറത്തെ ഒരു ഫാക്ടറിയാണ്. വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ് ആസാമിലെത്തിയിട്ടുണ്ട്. ഞാൻ ആസാം വെസ്റ്റ് ബംഗാൾ ബോർഡറിൽ നിൽക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ഈ ആസാം ബംഗ്ലാദേശ് ബോർഡർ ആയതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റൂല അറിഞ്ഞു. അവിടെ പമ്പിലൊന്നും നിൽക്കാൻ പറ്റൂല അറിഞ്ഞു. അങ്ങനെ അവിടുന്ന് കുറച്ചും കൂടി ദൂരം ഓടാമെന്ന് വിചാരിച്ച് കുറേ മുന്നോട്ട് പോന്നു. അങ്ങനെ വരുന്ന വഴിക്കിലാണ് റോഡിലെന്തോ ബ്ലോക്ക് ഉണ്ട്, എന്തോ പണി നടക്കണതായതുകൊണ്ട് പിന്നെ അവിടെ മുള വെച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പെട്ടെന്നാണ് ഞാൻ കണ്ടത്, ഹൈവേ അല്ല. അങ്ങനെ ഓടിച്ച് വരുന്ന വഴിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ചവിട്ടി, അങ്ങനെ വണ്ടി സ്ലിപ്പായി പോയി, ഞാനും വീണു. പക്ഷേ ഹെൽമെറ്റും ജാക്കറ്റും ഷൂ ഒക്കെ ഉണ്ടായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മുട്ടിന് കുറച്ച് തോല് പോയി. മുട്ടിന് പ്രത്യേകിച്ച് ഒന്നും പിന്നെ നീ ഗാർഡൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുട്ട് തോല് പോയി. പിന്നെ കുറേ കൂടി മുന്നോട്ട് വന്നപ്പോൾ വേറൊരു പമ്പ് കിട്ടി. ഇവിടെ ഇപ്പോൾ സ്റ്റേ ചെയ്യാണ്, കണ്ടില്ലേ. അപ്പോൾ മുട്ടൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി മരുന്ന് വെച്ച് കെട്ടണം. മരുന്നും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് ഏതായാലും ഉപകാരപ്പെട്ടു. ഇന്നിപ്പോൾ ഏകദേശം ഓടിയത് ഒരു 350-ൻ്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു 500 കിലോമീറ്ററോളം വീണ്ടും ഓടാനുണ്ട്. നല്ല തണുപ്പാണ്. രാത്രിയായി അവിടെ എന്നും നല്ല തണുപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.